ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആർത്രൈറ്റിസിനെ കുറിച്ചാണ്. ജോയിൻസിൽ വേദന, വീക്കം, സ്റ്റിഫ്നെസ് എന്നിവയുണ്ടാകുന്ന കണ്ടീഷനെയാണ് ആർത്രൈറ്റിസ് എന്ന് വിളിക്കുന്നത്. ഇത് കൈത്തണ്ട, മുട്ട്, ഇടുപ്പ് എന്നിവയെ ബാധിക്കുകയും ചലനശേഷി കുറയ്ക്കുകയും ചെയ്യുന്നു. പല അസുഖത്തിൻ്റെ കാരണം മൂലവും ആർത്രൈറ്റിസ് ഉണ്ടാകാം. അതായത് ഇതൊരു രോഗലക്ഷണമായി തന്നെ പറയാം. ആർത്രൈറ്റിസിനെ 5 ആയി തരംതിരിക്കാം. ഒന്നാമത്തേത് പ്രധാനമായും ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ്. ഇതിൽ തന്നെ ആമവാദം, SLE, സോറിയാറ്റിക് ആർത്രൈറ്റിസ് എന്നിവ ഉൾപ്പെടുന്നു. തേയ്മാനം മൂലമുണ്ടാകുന്ന ആർത്രൈറ്റിസിനെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്നും വിളിക്കുന്നു. ഇൻഫെക്ഷൻ മൂലമുണ്ടാകുന്ന ആർത്രൈറ്റിസ്, TB മുതലായ രോഗം മൂലവും ആർത്രൈറ്റിസ് ഉണ്ടാകുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു സംഭവമാണ്. അടുത്തത് ക്രിസ്റ്റൽ ആർത്രോപ്പതി, അതായത് ഗൗട്ട്. യൂറിക് ആസിഡ് ശരീരത്തിൽ കൂടി അതുമൂലമുണ്ടാകുന്ന ആർത്രൈറ്റിസിനെയാണ് ഗൗട്ടി ആർത്രൈറ്റിസ് എന്ന് വിളിക്കുന്നത്. ഇൻഫെക്ഷൻ കഴിഞ്ഞതിന് ശേഷം അതുകൊണ്ടുണ്ടാകുന്ന ആർത്രൈറ്റിസിനെ പോസ്റ്റ് ഇൻഫെക്ഷ്യസ് ആർത്രൈറ്റിസ് എന്ന് വിളിക്കുന്നു. ഇതിനെ റിയാക്റ്റീവ് ആർത്രൈറ്റിസ് എന്നും പറയുന്നു. എല്ലാത്തിൻ്റെയും കാരണമനുസരിച്ച് ചികിത്സാരീതിയും മാറും. ഒരാൾക്ക് ജോയിൻറ്റ് പെയിൻ വരുവാണെങ്കിൽ ഫസ്റ്റ് തന്നെ നമ്മൾ ആലോചിക്കേണ്ടത് ഇത് ഡോക്ടറെ കാണേണ്ടത് അത്യാവശ്യമാണോ എന്നതാണ്. അതിനായി കുറച്ച് സൂചനകളുണ്ട്. വേദന രാവിലെ തന്നെ എണീക്കുമ്പോൾ കൂടിയ അവസ്ഥ, അതുപോലെ മോർണിംഗ് സ്റ്റിഫ്നെസ്. ഇത് ഒരു ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ് വരുന്ന ഒരു രോഗത്തിൻ്റെ സൂചനയാണ്. അരമണിക്കൂറിൽ കൂടുതൽ ഈ വേദന നീണ്ടു നിൽക്കുകയാണെങ്കിൽ ഉടനെ തന്നെ ഒരു റുമറ്റോളജിസ്റ്റിനെ കാണിക്കുന്നത് അത്യാവശ്യമായിരിക്കും. ജോയിൻസ് എന്ന് നമ്മൾ പറയുമ്പം കൈത്തണ്ട, അതേപോലെ ചെറിയ ചെറിയ ജോയിൻസ്, മുട്ട് എന്നിവ മാത്രമല്ല ലോ ബാക്കും ഇതിൽ ഉൾപ്പെടുന്നതാണ്. ലോ ബാക്കിൽ വീക്കമായി ഇത് പുറത്തേക്ക് കാണിക്കാറില്ല. ഇത് നടുവേദനയായിട്ടാണ് കാണിക്കുന്നത്. ഇതും ഒരു ആർത്രൈറ്റിസിൻ്റെ ലക്ഷണമാകാം. 1 മണിക്കൂറിൽ കൂടുതൽ രാവിലെ നീണ്ടു നിൽക്കുന്ന ഒരു വേദന അനുഭവിക്കപ്പെടുകയാണെങ്കിലും, അതേപോലെ ഉറക്കം ഡിസ്റ്റർബ് ആകുകയാണെങ്കിലും അത് ഒരു സ്പോണ്ടിലോ ആർത്രോപ്പതിയുടെ ലക്ഷണമായിരിക്കാം. രോഗം ഏതാണെന്ന് കറക്റ്റായി സ്ഥിരീകരിച്ച് സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.